നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ മൈ ബെറ്റർ ഹോമിൽ പുതിയൊരു സെഗ്മെൻറ്റ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ അതിമനോഹരമായിട്ടുള്ള വീടുകൾ മൈ ബെറ്റർ ഹോമിൽ കവർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി മുതൽ എക്സ്ക്ലൂസീവായിട്ട് കിച്ചൺ ടൂറുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. നല്ല വീടുകളിൽ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള കിച്ചൻ്റെ A to Z ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓപ്പൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു മോഡുലാർ കിച്ചനാണ്. ഒരു ഗ്രേ പ്ലസ് വുഡ് കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന യു ഷേപ്പിൽ വരുന്ന കിച്ചനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഇത്തരത്തിലുള്ളൊരു കിച്ചൺ സക്സസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് നല്ലതാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. വീട്ടിലെ വർക്ക് ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സ്പേസിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 360 ഇവിടെ ലെങ്ത് വരുന്നത്. ഏതാണ്ട് ഒരു 330 ഇവിടെ വിഡ്ത്ത് വരുന്നത്. സാധാരണ ഒരു വീട്ടിലൊക്കെ കിച്ചൺ ഉണ്ടാവുന്ന ഒരു സൈസാണ് ഈ ഒരു ഓപ്പൺ കിച്ചണും നൽകിയിട്ടുള്ളത്. നമ്മൾ ആദ്യം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് നോക്കാം. WPC ആണ് കിച്ചന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചൺ ആയതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണ് WPC ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ലാമിനേറ്റ് ആയിട്ട് അക്രിലിക് ലാമിനേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. മുകളിൽ ഇവിടെ കൗണ്ടർ ടോപ്പ് ആയിട്ട് നൽകിയിരിക്കുന്നത് ടൈലാണ്, വൈറ്റ് കളറിൽ വരുന്ന ടൈലാണ് നൽകിയിരിക്കുന്നത്. സെയിം ടൈലിൻ്റെ ഫിനിഷ് തന്നെയാണ് ഈ ഒരു വാളിലും നൽകിയിട്ടുള്ളത്. നേരെ മുകളിലേക്ക് വരികയാണെങ്കിൽ മാർബിൾ ഷെയ്ഡിൽ വരുന്ന ലാമിനേറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഓവർ ഹെഡ് ക്യാബിനറ്റുകളിലാണ് ഇത്തരം ക്യാബിനറ്റുകൾ വിളിക്കുക. അതിൻ്റെ ഏറ്റവും മുകളിൽ സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. അതിനെ ലോഫ്റ്റ് എന്നാണ് വിളിക്കുക. നമുക്ക് അത്യാവശ്യം പാത്രങ്ങളൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. നല്ല സൗകര്യമുള്ള കിച്ചനാണിത്. ടോൾ യൂണിറ്റ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പാത്രങ്ങൾ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഈ ഭാഗത്തൊക്കെ സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട്. മുകൾ ഭാഗത്തും സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഇവിടെയാണ് ഓവൻ നൽകുന്ന സ്പേസ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ മുകളിലും നമുക്ക് ഇതേപോലെ ഡോറ് നൽകിയിട്ട് സ്റ്റോറേജ് സ്പേസുകൾ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതിനകത്തൊക്കെ ഒത്തിരി സാധനങ്ങൾ വെച്ചതുകൊണ്ടെല്ലാം ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. നന്നായിട്ട് സ്റ്റോറേജ് സ്പേസിൽ ഇങ്ങനെ ഒരു L ഷേപ്പിലാണിത് ചെയ്ത് വെച്ചിരിക്കുന്നത്. സെൻറ്ററിൽ തന്നെ ഒരു ഐലൻഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ നമുക്ക് യൂസ് ചെയ്യാം. ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഐലൻഡ് ടേബിൾ മൊത്തമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ കൊടുത്ത ആക്സസറീസ്, കിച്ചൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹെറ്റിച്ചിൻ്റെ ടോൾ യൂണിറ്റ് ആക്സസറീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒത്തിരി സാധനങ്ങൾ നമുക്കിതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതേപോലെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ കാണുന്ന ഭാഗത്തേക്കും അറേഞ്ച് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഈ ഒരു ലേ ഔട്ടിൽ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മളൊരു വീടിൻ്റെ ഏതൊരു ഭാഗം ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്തും ഓരോ ഭാഗത്തും അതിനനുസരിച്ചുള്ള ലൈറ്റിങ് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? കിച്ചനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നല്ല വെളിച്ചം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു കിച്ചനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ലൈറ്റ് സോഴ്സ് ഒന്ന്, രാവിലെ തന്നെ നാച്ചുറൽ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് വലിയ വിൻഡോ ചെറിയ സൈസിൽ ഇങ്ങനെ നൽകിയിരിക്കുകയാണ്. അതിൽ തന്നെ ലെങ്ത് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ലൈറ്റിങ് അണ്ടർ ക്യാബിനറ്റ് ആയിട്ട് ഇതിൻ്റെ അടിയിൽ നൽകിയിരിക്കുന്നു. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗിൽ LED പാനൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ജിപ്സം സീലിംഗ് നൽകിയത് കൊണ്ട് തന്നെ അതിൻ്റെ കോവ് ലൈറ്റിങ്ങും അതിനകത്ത് നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ വീടിനെ കുറിച്ച് സംസാരിക്കാം. അതിമനോഹരമായിട്ട് ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു കണ്ടംപററി സ്റ്റൈല് വീടാണിത്. ഫിറോസ് ഖാൻ്റെയും ഫാമിലിയുടെയും വീടാണ്. അതിൽ തന്നെ ഇൻറ്റീരിയർ വർക്കുകളും വീടിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിരിക്കുന്നത് KCR ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കണ്ണൂരിൽ തന്നെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ സ്ഥാപനമാണ്. ഈ വീടിൻ്റെ ഫുൾ വീഡിയോ, ഹോം ടൂർ വീഡിയോ ആയിട്ട് മൈ ബെറ്റർ ഹോമിൽ ഉടനെ തന്നെ റിലീസ് ആവുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് വീടിൻ്റെ വർക്ക് ഏരിയ സ്പേസ്, ഈ ഒരു കിച്ചൻ്റെ വർക്ക് ഏരിയ സ്പേസ് നമുക്കൊന്ന് കാണാം.
അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ സ്റ്റൈലിൽ കുക്കിങ്ങിന് ഒരുപാട് മീൻ പൊരിക്കാനും വറുക്കാനൊക്കെ ഉള്ള കേസിന് അടച്ചുറപ്പുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടെ അത്യാവശ്യമാണ്. അതിന് ഡോർ ഉണ്ടാവും. അതൊരു സെപ്പറേറ്റ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും നൽകിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഒരു ഗ്രേ കളറ്, അതേപോലെ കൗണ്ടർ ടോപ്പ് ആയിട്ട് ഗ്രാനൈറ്റ് ആണ് വർക്ക് ഏരിയയിൽ നൽകിയിട്ടുള്ളത്. ഒരു അറേഞ്ച്മെന്റ് പറയുകയാണെങ്കിൽ നമ്മൾ പച്ചക്കറികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതാ സിങ്ക് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. പ്യൂരിഫയർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് ഇതിനകത്ത് നിന്ന് വെള്ളം എടുക്കാൻ പറ്റും. ഈ ഭാഗത്ത് ഗ്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ നിഷ് നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് സ്റ്റൗ നൽകിയിരിക്കുന്നത്. അതിൽ ഹുഡ് ആൻഡ് ഹോബ് വരുന്നു. ഹോബ് വരുന്ന ഭാഗം ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പായിട്ട് അതിൻ്റെ ഭാഗത്തും സ്റ്റോറേജ് സ്പേസുകൾ രണ്ട് ഭാഗത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ ഗ്ലാസ് വരുന്ന ഓപ്പണിംഗ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ടോൾ യൂണിറ്റ് ആണ്. ഇത് നമുക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. ഈ ഒരു ഗ്യാപ്പിൽ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ലാമിനേറ്റിനോട് മാച്ച് ആവുന്ന തരത്തിലുള്ള ഒരു കളർ ഫ്രിഡ്ജ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. LGയുടെ ഡബിൾ ഡോർ ആയിട്ട് സൈഡ് ബൈ സൈഡിലായിട്ട് വരുന്ന ഫ്രിഡ്ജാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിങ്ങനെ വൈറ്റ് ചെയർ, ഫൈബർ ചെയർസ്, നല്ല ഭംഗിയുള്ള ചെയറുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വാളിൽ കൊടുത്തിരിക്കുന്ന ടൈലുകൾ ഈ ഒരു ഫിനിഷ്, ഒരു ഓഫ് വൈറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. അതിലിങ്ങനെ ബ്ലാക്കിൽ ഒരു ഗ്രേ ഷെയ്ഡാണ്, ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ വരുന്ന എപ്പോക്സി ഫിനിഷുമാണ് നൽകിയിരിക്കുന്നത്. വർക്ക് ഏരിയൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ 4 മീറ്റർ വീതി നൽകിയിരിക്കുന്നു. 4.80 ഇവിടെ നീളം വരുന്നത്. കുറച്ച് ഭാഗം ഇതേപോലെ പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു പാസേജ് സ്പേസ് ആയിട്ട് അവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ കളർ തീമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ എഴുതി അറിയിക്കാവുന്നതാണ്. ഇനിയും കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ആയിട്ട് നമ്മുടെ ഈ പുതിയ സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് സജഷൻസ് നൽകാവുന്നതാണ്. നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം.